Hello everyone, Nexus Professional Training in the class Swagadam. I am Anupama Subin. Now we will discuss the percentage. In this class, in the PSC focus on class. Upcoming PSC exams are helpful. We will class SSC, IBPS, RRB, all exams common questions. PSC importance class percentage important topic aanu appo samayam kalayunnilla namukku classukkalekku povam. First question nokku, out of 800 oranges 80 are rotten, find the percentage of good oranges. Ethrayana total etra oranges aanu ullathu? Total 800 oranges aanu ullathu. Adil ninnum etra ennam kedayi? Damaged ആയിട്ടുള്ളത് എത്ര എണ്ണമാണ്? റോട്ടൺ. എത്രയാണ് ഡാമേജ് ആയിട്ടുള്ളത്? 80 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗുഡ് വൺസ്, നല്ല ഓറഞ്ചുകൾ എത്ര എണ്ണം ഉണ്ട്? 800-ൽ നിന്നും 80 നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്? 720 ഓറഞ്ചസ് ആണ് ഗുഡ് ആയിട്ടുള്ളത്. പക്ഷെ നമുക്ക് 720 ആണോ ആൻസർ? അല്ല, എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് ഗുഡ് ഓറഞ്ചസ്. എത്ര എണ്ണമാണ് നല്ലത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണ് പെർസെൻറ്റേജ് കാണുന്നത്? നല്ലത് എത്രയാണ്? 720 അല്ലേ? ടോട്ടൽ എത്രയാണ്? 800. മനസ്സിലായോ? അപ്പം ടോട്ടൽ 800 താഴെ എഴുതുക, അതിൽ എത്ര എണ്ണമാണ് നല്ലത്? 720. ഇങ്ങനെയാണ് മൊത്തം 800-ൽ എത്ര എണ്ണം നല്ലത്. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഇത് വരുന്നത്. മൊത്തം എത്രയാണുള്ളത്? 800, അതിൽ 720 ആണ് നല്ലതുള്ളത്. അപ്പോൾ ഇതായിരിക്കും 720/800 ആയിരിക്കും ഇതിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ്? ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ എത്ര വരും? 72, 80 എത്രയാണ്? 9, 8 are 72, 80, 10 ആണ്. അപ്പോൾ എത്ര വരുന്നത്? 9/10 എന്ന് വരും. മനസ്സിലായോ? ഈ 1/10നെ നമുക്ക് മാറ്റി എഴുതിക്കൂടെ? 1/10 എന്താണ്? ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. 1/10 എത്രയാണ്? 10% അല്ലേ? 10% ഇൻറ്റു 9. അപ്പോൾ എത്രയാണ് വരുന്നത്? 90%. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ്? 90% അതിൽ നല്ല ഓറഞ്ചസ് ആണ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കുന്നതാണ്, ചോദിച്ചിട്ടുമുള്ളതാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ മൊത്തം എത്രയാണോ അത് താഴെ എഴുതുക, അതിൽ നിന്നും ഗുഡ് വൺസ് അത് നമ്മൾ ന്യൂമറേറ്റർ ആയിട്ട് എഴുതുക. അപ്പോൾ എപ്പോഴും ആ ഒരു സമയത്ത് കൺഫ്യൂഷൻ വരണ്ട, അതിന് വേണ്ടിയിട്ടാണ് ഇത് വീണ്ടും പറഞ്ഞു തന്നത്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Second question നോക്കൂ. If 70% of the students in the school are girls and the number of boys is 504, then the number of girls is what? അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു സ്കൂളിലുള്ളതിൽ 70% 70% കുട്ടികളും എന്താണ്? 70% ഓഫ് ദ സ്റ്റുഡൻസ് ഇൻ ദ സ്കൂൾ ആർ ഗേൾസ് ആണ്. 70% കുട്ടികളും ഗേൾസ് ആണ്. അപ്പോൾ തന്നെ നമ്മൾ നോക്കുക, ബാക്കി അപ്പോൾ എത്ര വരും? 30% അല്ലേ? അപ്പോൾ ബാക്കി എത്രയായിരിക്കും? 30% മാത്രമായിരിക്കും ആരുണ്ടാവുന്നത്? ബോയ്സ് ഉണ്ടാവുന്നത്. 70% ഗേൾസ് ആണെങ്കിൽ ബാക്കി 30% മാത്രമായിരിക്കും ബോയ്സ് ഉണ്ടാവുന്നത്. ആൻഡ് ദ നമ്പർ ഓഫ് ബോയ്സ് ഈസ് 504. മനസ്സിലായോ? അപ്പോൾ എന്താ പറയുന്നത്? 30% ബോയ്സ് ഉള്ളത്. അപ്പോൾ ആ 30% എത്ര നമ്പർ ഉണ്ട്? 504 ഉണ്ട്. മനസ്സിലായോ? 504 കുട്ടികളാണ് അതിൽ ബോയ്സ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഗേൾസിൻ്റെ നമ്പർ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 70% ഒരു സ്കൂളിൽ ഗേൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ 30% ബോയ്സ് ആയിരിക്കും. ആ 30% ബോയ്സിൻ്റെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 504. ഇറ്റ്സ് ഓൾറെഡി ഗിവൺ ദാറ്റ് ദ നമ്പർ ഓഫ് ബോയ്സ് ഇസ് 504. ദെൻ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഗേൾസ്? അതാണ് എത്രയാണ് പെൺകുട്ടികളുടെ എണ്ണം. അപ്പോൾ ശതമാനം എത്രയാണ്? 70% ആണ് ഗേൾസ് ഉള്ളത്. ആ 70% എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഞാൻ നേരത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? 504. അപ്പോൾ എങ്ങനെ വരുന്നത്? 504/30. 504 എത്ര പെർസെൻറ്റേജ് ആണ്? 30 ഇൻറ്റു നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? 70%. എത്ര? 504/30 ഇൻറ്റു 70. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ 30 ഇങ്ങനെ പോയി. 3 എത്ര വരും? 1 3 4 5 20 വരും. 20 വരുന്ന സമയത്ത് 6 3 18 24 വരും. 8 എത്രയാണ്? 8 3s are 24. അപ്പോൾ 168 ഇൻറ്റു 70. 168 ഇൻറ്റു 70 എന്ന് പറയുന്നത് 8 7s are എത്രയാണ്? 56 ആണ് അല്ലേ? അപ്പോൾ 6 ഇവിടെ വരുന്നത് ഏതാണുള്ളത്? 6 ഇവിടെ വരുന്നത് ഫസ്റ്റ് ഓപ്ഷൻ മാത്രമാണുള്ളൂ. അപ്പോൾ എത്രയാണ് നമ്മുടെ ആൻസർ? 1176. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും
ഓപ്ഷൻ ഇത് ഫുള്ള് ചെയ്ത് സോൾവ് ചെയ്യാൻ പോയിട്ട് സമയം കളയരുത്. അപ്പോൾ ഇങ്ങനെ നോക്കുക. അപ്പോൾ 8 7 56 ആണ്. അപ്പോൾ 6 ആണുള്ളത്. അപ്പോൾ 6 ഏതാ നോക്ക്, ലാസ്റ്റ് ഡിജിറ്റ് 6 വരുന്നത് ഏതാണെന്ന് വെച്ചാൽ അത് ഓപ്ഷനിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതുക. ഓക്കെ, എത്രയേ ഉള്ളൂ. അപ്പോൾ 30% തന്നിട്ടുണ്ട് 504 ആണ്. 70% എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഈ 504/30 × 70 ഇതാണ് ചെയ്യേണ്ടത്. ഇത് കോമൺ ആണ്, ഇത് വളരെയധികം ചോദിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ തന്നെ ചോദിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. when 8% of 630 is added to 12% of 315 the sum is what? അപ്പോൾ എങ്ങനെയാണ് 8% എന്ന് പറയുമ്പോൾ എന്താണ് 8/100 എത്രയുടെയാണ് 630യുടെ 8/100 × 630 is added to കൂട്ടി എന്തിൻ്റെ കൂടെ 12% of 315. അപ്പോൾ എത്രയാണ് 12/100 × 315 ഈക്വൽ ടു എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളാണ്. ഇതും അറിയില്ല എന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 100ൽ 10 0 ക്യാൻസൽ ചെയ്ത് പോയി അല്ലേ. ഇനിയിപ്പോൾ ഇതെങ്ങനെ ക്യാൻസൽ ചെയ്യാം? 8 2 വെച്ച് ക്യാൻസൽ ചെയ്തൂടെ. 4 2s are 8, ഇവിടെ 5 2s are 10, 4/5. ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ഇനി ഇതിനെ ക്യാൻസൽ ചെയ്ത് കളയാനൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ഇവിടെ നോക്കൂ. ഇവിടെ എങ്ങനെയാണ് 100 5 വെച്ച് ചെയ്തൂടെ 20 അല്ലേ. അപ്പോൾ ഇവിടെ 5 വെച്ച് ചെയ്യുമ്പം 6 5s are 30, 15 വരുമ്പം 3 63. ഇനി ഇതിന് 12നും 20യും ക്യാൻസൽ ചെയ്തൂടെ. ഇത് 6 2s are 12 10 വീണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. 3 2s are 6, ഇവിടെ 5. അപ്പോൾ എത്ര ബാക്കി വരുന്നത് 4/5 × 63 + 3/5 × 63. ഇപ്പോൾ ഇത് വളരെ ഷോർട്ടായിട്ട് നമുക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് ഏതാണുള്ളത് 1/5 × 63. 1/5 × 63 എന്ന് പറയുന്നത് രണ്ട് ടേമിലും കോമൺ ആയിട്ടുള്ളതാണ്. ഞാൻ അതിനെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ എങ്ങനെയാണ് വരുന്നത് 1/5 × 63. ബാക്കി ഉള്ളിൽ എന്താ വരുന്നത് 4ഉം ഉണ്ട് 3ഉം ഉണ്ട് അല്ലേ. അപ്പോൾ അത് ആഡ് ചെയ്യാം 4 + 3. അപ്പോൾ എത്രയാണ് വരുന്നത് 1/5 × 63 × 4 + 3 എത്രയാണ് 7. നമുക്ക് ബാക്കി എത്ര വരുന്നത് 7/5 × 63. 7/5 × 63. അപ്പോൾ ഇതിനെ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോൾവ് ചെയ്ത് വരുന്ന സമയത്ത് എത്ര വരുന്നത് 88.2% എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്യുക ഡിവൈഡ് ചെയ്യുക നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല. ലാസ്റ്റ് വരുന്നത് 88.2% നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, വാട്ട് ഈസ് ദ 60% of 60% of 100? എങ്ങനെയാണ് പറയുന്നത്? ആദ്യത്തെ 60% എഴുതുക. എങ്ങനെയാണ് 60/100. ഇനി ഒരു ബ്രാക്കറ്റ് ഇടുക. എന്താണ് 60% of 100? അപ്പോൾ എങ്ങനെയാണ് വരുന്നത് 60/100 × 100 ഇങ്ങനെ എഴുതുക. മനസ്സിലായോ? ആദ്യത്തെ 60% 60/100 എന്ന് എഴുതുക. എന്നിട്ടൊരു ബ്രാക്കറ്റ് ഇടുക. എന്നിട്ട് അടുത്തത് എഴുതുക 60/100. അപ്പോൾ എത്രയാണ് 100 ക്യാൻസൽ ചെയ്യും. അപ്പോൾ എത്രയാണ് വരുന്നത് 60/100 × 60 അല്ലേ. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ബാക്കി എന്താണ് 60 മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്രയാണ് 6 6 are എത്രയാണ് 36. എത്ര 0 ഉണ്ട് 1 2/100. ഈ 0 ക്യാൻസൽ ചെയ്തു. ബാലൻസ് എത്രയാണ് വരുന്നത് 36. ഇപ്പോൾ എത്രയാണ് ആൻസർ? ഓപ്ഷൻ ബി. 60% of 60% of 100 എത്രയാണ് വരുന്നത് 36. മനസ്സിലായോ? 250 is increased to 300. What is the percentage increase? 250നെ 300ലേക്ക് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്രയാണ് പെർസെൻറ്റേജ് ഇൻക്രീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് ഇൻക്രീസിൻ്റെ ഫോമുല എന്താണ്? ഇൻക്രീസ്ഡ് വാല്യൂ ബൈ ഒറിജിനൽ വാല്യൂ. എത്രയാണോ ഇൻക്രീസ് ചെയ്തിട്ടുള്ളത് അതേ ബൈ അതിൻ്റെ ഒറിജിനൽ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ എത്രയാണ് ഇൻക്രീസ് എത്രയാണ് വരുന്നത്? 250 100ലേക്ക് മാറി. അപ്പോൾ എത്രയാണ് ഇൻക്രീസ് വരുന്നത്? 300 - 250 ബൈ ഒറിജിനൽ. ആദ്യം എത്രയുണ്ടായിരുന്നത്? 250 ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ബൈ 250. അപ്പോൾ എത്ര വരുന്നത് 50/250 ക്യാൻസൽ ചെയ്യുക. ഇവിടെ 5 വരും. എത്ര വരുന്നത് 1/5. 1/5 എന്താണ് 20%. 1/5 എത്രയാണ് 20%. നമ്മുടെ ആൻസർ എത്രയാണ്? മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. വളരെ എളുപ്പമാണ്. ഈ ഒരു ഫോമുല ഓർത്ത് വയ്ക്കുക. വേറെ നിങ്ങൾ അതിൽ കൂടുതലൊന്നും ഇപ്പോൾ 250 300ലേക്ക് കൂട്ടി മനസ്സിൽ അങ്ങനെയൊന്നും ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. കാരണം അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പല സമയത്തും ക്വസ്റ്റ്യൻസ് ട്വിസ്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് ചോദിക്കുമ്പം ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇത് നോക്കുക. പെർസെൻറ്റേജ് ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണോ കൂടിയ വാല്യൂ അതേ ബൈ ഒറിജിനലായിട്ട് എത്രയായിരുന്നോ അതാണ്. അപ്പോൾ കൂടിയത് എത്രയാണ് 250 300ലേക്ക് ആകുമ്പം 50 ആണോ കൂടിയത്? അത് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കാണിച്ചത്. ഇപ്പോൾ 50/250 ഇത് അറിയുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒറ്റ സ്റ്റെപ്പ് മതി. 50/250 ചെയ്യുക. 1/5 വന്നു. 1/5 എത്രയാണ് 20% ആണ്. മനസ്സിലായോ? വളരെ എളുപ്പമാണ്.
ഈ ക്വസ്റ്റ്യൻ നോക്കൂ. എ നമ്പർ ഈസ് ട്വൈസ് 75% ഓഫ് 150, ദെൻ വാട്ട് ഈസ് ദ നമ്പർ? ഒരു നമ്പർ എന്ന് പറയുന്നത് ട്വൈസ് ഇരട്ടിയാണ്. എത്രയുടെ? 75%. 150ൻ്റെ 75%ത്തിൻ്റെ ഇരട്ടിയാണ് ഒരു നമ്പർ. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ നമ്പർ? ആ നമ്പർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്പർ? എന്താണ്? 75% ഓഫ് 150. ട്വൈസ് രണ്ടിരട്ടിയാണ്. എത്ര? 2 ഇൻറ്റു 75/100. 75% ഓഫ് 150. 150ൻ്റെ 75%ത്തിൻ്റെ ഇരട്ടിയാണ് ഒരു നമ്പർ. അങ്ങനെയെങ്കിൽ ആ നമ്പർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 0 0 ക്യാൻസൽ ചെയ്തു. 10 എത്രയാണ്? 2 5s are 10. 15ലേക്ക് വരുന്ന സമയത്ത് എത്രയാണ് വരുന്നത്? 3 5s are 15. അപ്പോൾ എങ്ങനെയാണ്? ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. 2 ഇൻറ്റു 75 ഇൻറ്റു 3/2 അല്ലേ? 2 ക്യാൻസൽ ചെയ്തു. അപ്പോൾ എത്രയാണ് വരുന്നത്? 73 ഇൻറ്റു 75 ഇൻറ്റു 3. 5 3s are 15. ക്യാരി 1. 7 3s are എത്രയാണ്? 21. 21 + 2 122. അപ്പോൾ എത്രയാണ്? 22 25. എത്രയാണ് നമ്മുടെ ആൻസർ? 225. 5 3s are 15 എന്ന് വെച്ചിട്ട് നമുക്കിതിൽ നോക്കാൻ പറ്റില്ല, കാരണം 75 ഉണ്ട്, 112.5 ഉണ്ട്. നേരെ മറിച്ച് ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 5 ഒന്നും ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ 7 5s are 15, ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ് വരുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സി ഓപ്ഷൻ ചൂസ് ചെയ്യാമായിരുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുക്കാൻ അറിയില്ല, അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ.